ഹലോ, ചോറ് കൊണ്ടുണ്ടാക്കിയ കിണ്ണത്തപ്പമാണെന്ന് നമ്മൾ പറഞ്ഞല്ലാതെ അറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റിലുള്ള ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 കിലോ ശർക്കര ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. ശേഷം ഒരു കടായി ഗ്യാസ് അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കൊപ്ര പരുവത്തിലായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി വറുത്തെടുക്കാം. ശേഷം കിണ്ണത്തപ്പം സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തേച്ചതിനു ശേഷം വറുത്ത് വെച്ചതിൻ്റെ പകുതി ഇതുപോലെ വിതറി കൊടുക്കാം. ഇനി 3 ഗ്ലാസ് ചോറ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം, ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഞാൻ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചോറാണോ ഉള്ളത് അതെടുക്കാവുന്നതാണ്. ഇനി ചോറരച്ചത് തേങ്ങ വറുത്ത കടായിലേക്ക് ഒഴിച്ചു കൊടുത്ത് 2 മിനിറ്റ് കൈയെടുക്കാതെ ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് ഉരുക്കി വെച്ച ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ഇത് രണ്ടും കൂടെ യോജിപ്പിച്ച് കൊടുക്കാം. ഇത് 2 മിനിറ്റൊക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വരും. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. റവ ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ ഇതിലേക്ക് റവ വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് മുതൽ കഴിയുന്നത് വരെ ഗ്യാസ് മീഡിയത്തിൽ വെച്ച് നന്നായി ഇളക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ഏലക്കായയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു കുഴമ്പ് പരുവത്തിലായി കിട്ടിയാൽ ഇത് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ആയി കിട്ടണം. ചൂടോടുകൂടി തന്നെ മാറ്റി കൊടുക്കാം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഞാനൊരു തട്ടിലാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു 2 മണിക്കൂറിന് ശേഷം ഇതൊന്ന് കമഴ്ത്തി കൊടുത്തപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.